നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ ദാഹം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. നമ്മുടെ കർത്താവ് ആദ്യം ചെയ്ത അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. പച്ചവെള്ളത്തെ, നിറവും മണവും ഗുണവും രുചിയും വിലയും ഇല്ലാത്ത വെള്ളത്തെ നിറമുള്ള, മണമുള്ള, രുചിയുള്ള, വിലയുള്ള, ആസ്വാദ്യതയുള്ള, ഔഷധ ഗുണമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ്. തീർച്ചയായിട്ടും യേശുവിന് ദാഹശമനം വരുത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ യേശുവിന് വെള്ളം ലഭിക്കും. കാരണം യേശുവിന് ദൂതന്മാരുടെ സംരക്ഷണമുണ്ടല്ലോ. യേശു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു കഴിഞ്ഞ് വിശന്നതിനെക്കുറിച്ച് അതിൻ്റെ അവസാനം വായിക്കുന്ന ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദൂതനോട് കൽപ്പിച്ചാൽ യേശുവിന് വെള്ളം കിട്ടും. കാരണം ദൂതന്മാരുടെ ആരാധനാമൂർത്തിയായിരുന്ന ദൈവം മനുഷ്യനായതാണ് യേശു. കാരണം യെശയ്യാവ് 6-ൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതും സാറാഫുകൾ ചുറ്റും നിന്ന് ആരാധിക്കുന്നതും ആയ ദർശനം യെശയ്യാവ് കാണുന്നുണ്ട്. പക്ഷേ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് യെശയ്യാവ് യേശുവിൻ്റെ തേജസ്സാണ് കണ്ടത് എന്നാണ്. അപ്പോൾ ദൂതന്മാരുടെ ആരാധനാമൂർത്തിയായിരുന്നു യേശു. ആ യേശു ഭൂമിയിലേക്ക് വന്നപ്പോഴും ദൂതന്മാർ തീർച്ചയായിട്ടും സഹായത്തിലുണ്ട്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം, ആരാധിക്കണം എന്ന് ദൈവം കൽപ്പിച്ചു എന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ദൂതനോട് പറഞ്ഞാൽ ദൂതൻ യേശുവിന് വെള്ളം കൊടുക്കും. പക്ഷേ ഇവിടെ യേശു ശമരിയ സ്ത്രീയോട് പറയുകയാണ്, എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ? പ്രിയപ്പെട്ടവർ, ഇത് യേശുക്രിസ്തുവിൻ്റെ ശാരീരിക ദാഹമല്ല. ഈ സമയത്ത് ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ കടയിൽ പോയിരിക്കുകയാണ്. യേശുവിന് അപ്പോഴുള്ള വിശപ്പ് എന്നുള്ളത് യേശുവിൻ്റെ ശാരീരിക വിശപ്പല്ല. കാരണം അവർ ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഗുരു കഴിച്ചാലും എന്ന് പറയുമ്പോൾ യേശു പറയുന്നത്, നിങ്ങൾ അറിയാത്ത ആഹാരം കഴിക്കാൻ എനിക്കുണ്ട്. എന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അതുതന്നെയാണ് യേശുവിൻ്റെ പാനീയവും. അതായത് ഈ സത്യാന്വേഷിയായ ശമരിയ സ്ത്രീ രക്ഷിക്കപ്പെടണം. അവള് യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കണം. അവൾ നിമിത്തം ആ പട്ടണത്തിലുള്ള ആളുകൾ ദൈവത്തെ അറിയാൻ ഇടയാകണം. അവര് വിഗ്രഹാരാധികളും മന്ത്രവാദികളും ഒക്കെയാണ് ഈ ശമര്യര്. പക്ഷെ അവർ സത്യദൈവത്തെ അറിയാൻ ഇടയാകണം. അതാണ് യേശുവിൻ്റെ ദാഹം. ഇവിടെ യേശു ശമരിയ സ്ത്രീയോട് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? വാസ്തവത്തിൽ അതൊരു സംഭാഷണത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി ആയിരുന്നു. സുവിശേഷ പ്രവർത്തനത്തിനും യേശു ആണല്ലോ മാതൃക. തീർച്ചയായിട്ടും വ്യക്തിപരമായ സുവിശേഷീകരണത്തിന് വലിയ സാധ്യതയുണ്ട്. ഈ വലിയ വലിയ പ്രസംഗരായിട്ടുള്ള ആളുകളൊന്നും വ്യക്തികളോട് സംസാരിക്കത്തില്ല. അവർ സ്റ്റേജൊക്കെ ഒരുക്കി കൊടുത്ത് നോട്ടീസിലൊക്കെ പേരും ഒക്കെ വെച്ച് നല്ല താമസ സൗകര്യവും നല്ല ഭക്ഷണവും ഒപ്പം അവർക്ക് നല്ലൊരു കൈമടക്കവും ഒക്കെ കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ള സ്ഥലത്തെ അവർ വരത്തുള്ളൂ. യേശു അങ്ങനെയായിരുന്നില്ല. യേശു ചന്തസ്ഥലങ്ങളിൽ, വഴിയോരങ്ങളിൽ, കവലകളിൽ, അങ്ങനെ കടൽ തീരങ്ങളിൽ, പുഴവക്കത്ത്, അങ്ങനെ ആളുകൾ സാധാരണ കൂടുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, കൃഷിസ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യേശു സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലർ സ്വീകരിക്കും, ചിലർ തിരസ്കരിക്കും. ചില സ്ഥലത്ത് കഴിക്കാനും കുടിക്കാനും കിട്ടും, ചിലത്ത് അത് കിട്ടുകയില്ല. പക്ഷേ ഇന്നത്തെ ആളുകൾ ദുഃഖകരം. പരസ്യത്തിൽ പ്രസംഗിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത, അതുകൊണ്ട് ഒരു കഥയില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. വീടുകളിൽ പോയി സുവിശേഷം പറയുന്ന, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ശരിയല്ലെന്ന് പറയുന്നവരുണ്ട്. വ്യക്തികളോട് സുവിശേഷം പറയുന്നതൊന്നും ശരിയല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നവൻ വ്യക്തികളോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സുവിശേഷം പറയുന്നവനായിരുന്നു. ധന്യനായ പൗലൂസ് ആളാം വീതം സുവിശേഷം പറയുന്നവനായിരുന്നു. എന്തിന്?
പത്രോസ്ലീഗ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ അങ്ങനെ സുവിശേഷം വ്യക്തികളോട് പറയുന്നവനായിരുന്നു. നമുക്ക് യേശു കാണിച്ച മാതൃക മതി, അതാണ് നല്ലത്. ഇവിടെ യേശു മറ്റൊരു മാതൃക കാണിക്കുകയാണ്. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പോയി ആ വ്യക്തിയോട് ആദ്യം ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചോ ഒന്നുമല്ല, ഒരു ഭൗമികമായ ഒരു ശാരീരികമായ ഒരു കാര്യം, വെള്ളം. വാസ്തവത്തിൽ അത് സുവിശേഷം പറയാൻ ഒരു നല്ലൊരു മുഖാന്തരമാണ്. ആളുകളുമായിട്ട് ഒന്ന് ഏകീഭവിക്കുക, അവരോടൊന്ന് ഇഴുകിച്ചേരുക, അതൊരു നല്ല കാര്യമാണ്. യേശു വെള്ളം ചോദിച്ചു. അവളുടെ മറുപടിയെ തുടർന്ന് ആണ് യേശു അവളോട് അവളുടെ സംശയ നിവാരണം വരുത്തി അവളെ ദൈവത്തെങ്കിലേക്ക് നയിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ ദാഹം അത് ശമരി രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ശമരിയ സ്ത്രീ ദൈവത്തെ അറിയണം, അവളുടെ ആത്മദാഹം മാറണം, ശമര്യക്കാരുടെ ആത്മദാഹം മാറണം എന്നുള്ളതായിരുന്നു. അവർക്ക് വേണ്ടി യേശു ദാഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആളുകൾ രക്ഷിക്കപ്പെടുവാൻ ഒരു ദാഹം, ഒരു പാഷൻ നമുക്കുണ്ടാകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.